വീണ്ടും ഒരു തക്കാളിക്കറിയുടെ റെസിപ്പി ആയിട്ട് വന്നേക്കുക. 3 തക്കാളിപ്പഴം, പച്ചമുളക് ആവശ്യത്തിന് ഞാൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വറക്കാൻ, കറിവേപ്പില, മുളക്, വറ്റൽ മുളക്, ഇത്രയും സാധനം എടുക്കുക. പിന്നെ അരയ്ക്കാൻ വേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം കേട്ടോ, ജീരകം അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പത്തോട്ട് വെക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം കടുക് വറുത്ത് നമുക്ക് എടുക്കാവേ. അപ്പം ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഞാൻ കടുക് വറക്കുന്നത്. ചൂടായി കഴിയുമ്പോഴത്തേന് കടുക് ഇട്ട് പൊട്ടി, വറ്റൽ മുളക്, കറിവേപ്പില, ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ടേ ആ താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലും കൂടെ ഒന്ന് ഞെക്കുക. അവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ആ തക്കാളിപ്പഴം ഉണ്ടല്ലോ, ഈ എണ്ണയ്ക്ക് കടുക് പൊട്ടിച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. സിമ്പിൾ കറിയാണേ. എങ്കിൽ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റുമാണ് ഇത്. ചോറിൽ കുഞ്ഞു മക്കൾക്കൊക്കെ, അധികം എരി കൂട്ടാത്ത മക്കൾക്ക് ഈ കറി മാത്രം വെച്ച് വേണേലും ചോറ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു രുചികരമായ ഒരു ഒഴിച്ചുകറിയാവും. കല്ലുപ്പിട്ട് കൊടുക്കുക. കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തുള്ളി വെള്ളം പോലും വേണ്ട. അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പം കണ്ടോ, തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചേ കൊടുക്കണ്ട. അത് എന്നിട്ട് അതെല്ലാം ഉടച്ചെടുത്തിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറുകി ഇരുന്നാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, വെള്ളമായാൽ രുചിക്കത്തില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കുക. സിമ്പിൾ, 10 മിനിറ്റ് മതി കേട്ടോ. അപ്പം ഞാനേ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ അടുത്തടുത്തായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ കാണാമേ.